ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല യങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ്. ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ വൈറ്റനിങ് ക്രീമൊക്കെ തേച്ചിട്ട് ഡാമേജ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, ഫേസ് ഡാമേജ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മളെ പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ പാടുകൾ ഇതൊക്കെ ഉണ്ടോ, ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പാടുകളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക, ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ പറ്റും. പിന്നെ ഈ കരിമങ്ങലിയൊക്കെ ഉള്ളവർക്കും ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ്. അവരൊരു മാസമെങ്കിലും അത് ട്രൈ ചെയ്യണം, എന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മളെ റെമഡി എന്ന് പറയുന്നത്. ഈ പച്ച എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ പച്ചയായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയില എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മളുടെ ഫേസിൻ്റെ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ നമ്മളെ ഡാർക്ക് സ്പോട്ട്സ്, നമുക്ക് വല്ല കരിമങ്ങല്യം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോക്കാനൊക്കെ നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ഈ ഒരു മുരിങ്ങയില നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. നീരെടുത്തതിന് ശേഷം ആ നീര് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കുറുക്കിയെടുക്കണം. അതായത് നമ്മൾ ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഒരു തരി പോലെ വെള്ളവും ആ തരി ഇങ്ങനെ വിട്ട പോലെയാണ് ആവുക. അപ്പോൾ അത് പേടിക്കൊന്നും വേണ്ട, അത് കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ നമ്മൾ ഒന്ന് കുറുക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കടലമാവാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തത് കേട്ടോ. എനിക്ക് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ഒന്നുകൂടി വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ, കുറച്ച് കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ആദ്യമായിട്ട് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ്. അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് നല്ല പ്ലംപ് ആൻഡ് നല്ല സോഫ്റ്റ്, നല്ല ഗ്ലോയിങ് ആക്കി വെക്കാൻ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസിൻ്റെ മാർക്സ് കുറയ്ക്കാനും, അതുപോലെ തന്നെ നമ്മളെ പിമ്പിൾസിൻ്റെ നമുക്കൊരു സൂത്തനിങ് എഫക്റ്റ് തരാനൊക്കെ നല്ലതാണ്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ശർക്കരയാണ് കേട്ടോ. നമ്മളെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ശർക്കര. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഇതാ നമ്മളുടെ മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, അപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങയിലേൻ്റെ പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളെ ഫേസൊക്കെ നന്നായി ചെയ്തതിന് ശേഷം നമ്മളെ ഫേസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല, എൻ്റെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ താടീൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കുരുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 1-2 കുരുക്കൾ കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നെയ്യ് വെച്ചിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതിനെനിക്ക് പണി കിട്ടിയതാണ് ഈ സൈഡിൽ വന്നത് കേട്ടോ. പീരീഡ് ടൈമിൽ വന്നതൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. ഈ സൈഡിലുള്ളതൊക്കെ ഈ സൈഡിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ച് നോക്കിയതാണ്. എൻ്റെ പോഴ്സൊക്കെ ക്ലോഗ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും സൂട്ടായിട്ടുള്ളത് അലോവേരയും അതുപോലെ തന്നെ ഗ്ലിസറിനുമാണ് ഫേസിൽ ഏറ്റവും മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. വേറെ ഓയിലുകളൊന്നും അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഫേസ് ഓയിലിയാണ്, അതായത് ഓയിലി മീൻസ് ടീ സോൺ ആൻഡ് യു സോണാണ് എൻ്റെ ഓയിലി. ബാക്കി 2 സൈഡ് പിന്നെ ഡ്രൈ, ഒരു എന്താ പറയുക, കോമ്പിനേഷൻ ടൈപ്പ് സ്കിന്നാണ് എൻ്റെത് ഫേസിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് റിമൂവ് ചെയ്ത് കളയാം. ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. ഒന്ന് നനയ്ക്കുക, എന്നിട്ട് മെല്ലെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ഫുൾ ബോഡിയിൽ നിന്ന് മീൻസ് ഫുൾ ഫേസിൽ നിന്ന് മാറ്റുക. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു സെമി ഡ്രൈ ആണ് ആയിട്ടുള്ളത് കേട്ടോ. നമുക്ക് റിസൾട്ട് നോക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത്. ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, എൻ്റെ കഴുത്തും അതുപോലെ തന്നെ എൻ്റെ ഫേസിൻ്റെയും കളറ് എന്താ പറയുക, ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഡേ ലൈറ്റ് ആയിട്ടാണോ എന്താ അറിയില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നേരിട്ട് നല്ല ഗ്ലോ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫേസ്, നല്ലൊരു എന്താ പറയുക, ബ്രൈറ്റനിങ് ഫീൽ ഉണ്ട്. നല്ലോണം ഒന്ന് കഴുകിയിട്ട് വരാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഗ്ലോ ആണ് കേട്ടോ. പക്ഷെ നേരിട്ട് കാണുമ്പം കഴുത്തിലെയും അതുപോലെ തന്നെ നമ്മളുടെ ഫേസിലെയും മാറ്റം ശരിക്കും കാണാൻ കഴിയും കേട്ടോ. നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ വേറെ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഫേസ് പാക്ക് ചെയ്തതിന് ശേഷം അത്രയ്ക്ക് ഗ്ലോ ഉണ്ട്. അതുപോലെ തന്നെ നല്ല പ്ലംബി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റിസൾട്ട്. സ്കിന്ന് നല്ല പ്ലം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ പാടുകളൊക്കെ ഒന്ന് ഫെയ്ഡായതാണ്. ഇത് നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ കുറച്ചൊന്ന് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ഒന്ന് ഫെയ്ഡായ പോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പോഴ്സൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഗ്ലോയും ഉണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ കണ്ടില്ലേ കഴുത്തിലെയും അതുപോലെ തന്നെ ഫേസിലെയും മാറ്റം നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അലർജിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സ്യൂട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല ഗ്ലോ ഉണ്ടാവും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.